ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡും സോപ്പ് പെട്ടിയും അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പറും കൊണ്ട് ഒരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് മതി നമ്മുടെ ഈ വോൾ ഹാങ്ങിങ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർഡ്ബോർഡിലേക്ക് നമ്മുടെ പേപ്പർ റോൾസ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പേപ്പർ റോൾസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു വലിയ പേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ വലിയ രീതിയിൽ റോൾ ചെയ്തെടുത്ത് ഫെവിക്കോൾ അതിൻ്റെ അറ്റത്ത് തേച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ റോൾസായിട്ട് കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടോയിൻ്റെയൊക്കെ ഇത് ചുറ്റി വരുന്ന ആ കാർഡ്ബോർഡ് പീസില്ലേ, ആ പീസ് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ നമ്മുടെ ആ നൂലിൻ്റെ കാർഡ്ബോർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നു. ഇത് വെച്ചിട്ട് ചെയ്താലും അത് വെച്ചിട്ട് ചെയ്താലും നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും നമ്മുടെ വർക്കിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പ്രൈമർ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പൗഡറിൽ ഫെവിക്കോള് മിക്സ് ചെയ്തിട്ട് അതും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് അതാണ് ഫുൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് അടിക്കേണ്ട ലൈറ്റായിട്ട് നമുക്ക് ഫുള്ള് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോൾഡൻ ഷെയ്ഡുകൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ലൈറ്റായിട്ട് അടിക്കുക, അതിന് മുകളിലോട്ട് വീണ്ടും നമുക്ക് ഫുൾ കളർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. നിങ്ങൾ ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് അടിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് നമ്മുടെ അക്ഷരങ്ങളൊക്കെ ഒന്ന് മങ്ങി കാണുക, ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ള് നമുക്ക് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം. ഈ ഒരു ഷെയ്ഡായിരിക്കണം നമ്മുടെ വർക്കിന് എപ്പോഴും കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ വൈറ്റ് കളർ അടിച്ചിട്ട് നമ്മുടെ ഗോൾഡൻ കളർ അടിക്കുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൽ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ള് നമുക്ക് ലൈറ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ ഒരു മുളയുടെ വുഡൻ ഷേപ്പ് ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രെയിം മൊത്തം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രെയിം മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിനും നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി വാർണിഷ് അടിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലും അതുപോലെ പെറ്റൽസിൻ്റെ ഷേപ്പിലും കുറച്ച് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സോപ്പിൻ്റെ കവറാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ പേപ്പർ പീസിലേക്ക് ഈ പെറ്റൽസുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഫുള്ള് 8 പെറ്റൽസാണ് വേണ്ടത്. അപ്പോൾ 8 പെറ്റൽസ് ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇനി നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഓരോ പെറ്റൽസായിട്ടും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒരു ലെയർ ഒട്ടിക്കുക, അതിനുശേഷം രണ്ടാമത്തെ ലെയർ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഫ്ലവേഴ്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബ്രഷിൻ്റെ അറ്റം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ള് എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുക.
അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഫ്ലവേഴ്സൂടെ ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെളിയിൽ ഒട്ടിക്കുന്ന ഭാഗം ഇത്തിരി വലിയ ഫ്ലവേഴ്സ് ആയിരിക്കണം, അതുപോലെ തന്നെ അകത്തൊട്ടിക്കുന്നത് അതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കണം. ആ ഒരു രീതിയിൽ ഒട്ടിച്ചാലേ ഉള്ളൂ കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഒരു നല്ലൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 3-4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കളറടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കളറടിക്കാനായിട്ട് എടുത്തിരിക്കുന്ന കളറ് ബ്ലൂ മെറ്റാലിക് കളറാണ്. ഇത് നമ്മൾ ഫസ്റ്റ് അടിച്ചപ്പോൾ ഇത്തിരി ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ ഇത് ഒന്നുകൂടെ നമ്മൾ ഒരു പേൾ മെറ്റാലിക് കളർ മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, ജസ്റ്റ് ഈ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് ലൈറ്റാക്കി അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ ഉള്ളൂ നമ്മുടെ ആ വർക്കിനൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ മതി നമ്മൾക്ക്, ഒരുപാട് ഡാർക്ക് ആയാലും ഭയങ്കര വൃത്തികേടായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ നീളമുള്ള ഒരു പീസ് വെച്ചിട്ട് കുറച്ച് ഇലകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഏകദേശം ലീഫിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ സിക്സാക്കായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾ ലീഫുകൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഷേപ്പ് കിട്ടും. ഇതിനെ നമുക്ക് ബ്രഷിൻ്റെ അറ്റം വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം, എന്നാലേ ഉള്ളൂ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കളറൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഷേപ്പൊക്കെ മാറും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ 3-4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഗ്രീൻ മെറ്റാലിക് കളർ അടിച്ചു കൊടുക്കാം. ഈ കളറ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷേപ്പുകളൊക്കെ മാറും. എന്നാലും നമ്മുടെ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം വീണ്ടും ഒന്ന് ജസ്റ്റ് നമ്മുടെ ബ്രഷിൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ലീഫുകളും കളറടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ലീഫുകളും റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഫ്രെയിമിലേക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഗോൾഡൻ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡൻ മുത്തുകൾ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ബഡ്സിൻ്റെ അറ്റത്ത് പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതാണെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മുത്തുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സും ലീഫുകളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഒട്ടിച്ചു കൊടുക്കാവുള്ളൂ, എന്നാലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗി അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫെവിക്കോളൊന്നും എടുക്കണ്ട, കുറച്ച് ഫെവിക്കോൾ എടുത്താൽ മതി. ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം നന്നായിട്ട് ഫിക്സ് ആക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിയിരുന്നോളൂ. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, സാധാ പശയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ലീഫിൻ്റെയൊക്കെ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഷേപ്പിൽ തന്നെ ഇരുന്നോളൂ. ലാസ്റ്റ് നിങ്ങൾക്ക് വാർണിഷ് അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വാർണിഷ് അടിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.